സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം അത് തുടരുകയാണ്. എന്നാൽ ആ സമരത്തിന്റെ രീതി കൂടുതൽ ശക്തമാക്കാൻ പോകുന്നു എന്ന സൂചനകൾ ഇന്ന് പുറത്തു വന്നു. സമരത്തിന്റെ 50-ാം ദിവസം, അതായത് ഈ വരും തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ പുതിയ തീരുമാനം. സമരം ചെയ്ത ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം തിരഞ്ഞു പിടിച്ച് കട്ട് ചെയ്തു എന്ന് സമരക്കാർ അതിനിടെ ആരോപിക്കുന്നുമുണ്ട്. ആശമാരുടെ ആനുകൂല്യങ്ങൾ ഉയർത്തിയെന്ന് കോൺഗ്രസ് BJP പ്രഖ്യാപനങ്ങൾ കബളിപ്പിക്കലാണെന്നാണ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ രാപ്പകൽ സമരം 47 ദിവസം പിന്നിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് സമരം കടക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് സമരം നടത്തും. 47-ാം ദിവസം കടന്ന രാപ്പകൽ സമരത്തിനൊപ്പം നിരാഹാര സമരം 9-ാം ദിവസം കടന്നു. തിങ്കളാഴ്ച സമരം 50 ദിവസം തികയും. അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് സമരം നടത്താനാണ് ആശമാരുടെ തീരുമാനം. ധാരാളം ആരോഗ്യ പ്രശ്നമുണ്ട്, എല്ലാ ആളുകൾക്കും ആരോഗ്യ പ്രശ്നമാണ് ഇത്രയും കടുത്ത വേനല്ലേ. അപ്പോൾ അതൊന്നും ഗവൺമെൻറ് കാണുന്നില്ല. ആരോഗ്യ പ്രവർത്തകർക്ക് അവർ ആരോഗ്യ പ്രശ്നമായിട്ട് അവർ തെരുവിൽ സമരം ചെയ്ത് ഇത്രയും ദിവസമായിട്ട് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ, കാരണം സ്ത്രീകളെ സംബന്ധിച്ചോളം മുടി എന്ന് പറയുന്നത് വളരെ വൈകാരികമായൊരു വിഷയമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ ഇവിടെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കല്ലെറിയാനോ കത്തിക്കാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതും ഒരു സ്വയം പീഡ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസും BJPയും ഭരിക്കുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനങ്ങൾ വെറും കബളിപ്പിക്കലാണെന്നും പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ലെന്നും മന്ത്രി MB രാജേഷ്. സർക്കാർ കൊടുക്കില്ല എന്നുള്ളതല്ല പ്രശ്നം, സാധാരണഗതിയിൽ അത് സാധ്യമാവില്ല എന്നുള്ളതാണ്. തൊഴിലാളികളാക്കണമെന്ന ആവശ്യം ഉയർത്താത്ത സമരം, ഓണറേറിയം മാത്രം മതി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എങ്ങനെയാണോ ആശാ വർക്കർമാരെ വഞ്ചിക്കുന്നത് അതുപോലെ വഞ്ചിക്കുന്നൊരു തട്ടിപ്പാണ് ഇപ്പോൾ UDFും BJPയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർധനവ്. നിരാഹാര സമരം ആരംഭിച്ചതിനു ശേഷം സർക്കാർ സമരക്കാരെ ഇതുവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. പ്രതികാര നടപടിയുടെ ഭാഗമായി സമരം ചെയ്യുന്നവർക്ക് മാത്രം ഫെബ്രുവരി മാസത്തെ ആനുകൂല്യങ്ങൾ റദ്ദാക്കിയെന്ന് സമരക്കാർ ആരോപിച്ചു. ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആർക്കും, ഞങ്ങളുടെ ബഹുമാന്യ നേതൃത്വം പറഞ്ഞു, ആർക്കും കഴിഞ്ഞ മാസങ്ങളിൽ ഓണറേറിയമോ ഇൻസെന്റീവോ വന്നിട്ടില്ല. ഈ അവസരത്തിൽ അവർക്ക് സാമ്പത്തിക പരാധീനത മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കത്തില്ല. സമരത്തിന് പിന്തുണയുമായി ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. കോട്ടയത്ത് നടത്തിയ കളക്ടറേറ്റ് മാർച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ സമരപ്പന്തലിലെത്തി സമരക്കാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. 47 ദിവസം പാവപ്പെട്ട സ്ത്രീകൾ കിടന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ അമ്മമാരുമായിട്ടൊരു ചർച്ചയ്ക്ക് വരാത്തത് എന്നതാണ് ചോദ്യം. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന സമരക്കാരുടെ ആവശ്യം കേൾക്കാൻ പോലും സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. എന്നാൽ അത് കൂടാതെ സമരം ചെയ്തവരുടെ ഓണറേറിയം പിടിച്ചുവെക്കുക കൂടി ചെയ്യുകയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ആശാ വർക്കർമാർ അവിടെ നടത്തുന്ന സമരം അത് ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് ഒട്ടും നല്ലതല്ല. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് വസ്തുതയുമാണ്. ഈ പൊരിവെയിലും പെരുമഴയും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം മറികടന്നാണ് ആശാ വർക്കേഴ്സിന്റെ ഈ സമരം ഇങ്ങനെ തുടർന്നു പോകുന്നത്. ഓരോ ഘട്ടത്തിലും സമരം ശക്തമാക്കുന്നുമുണ്ട്, അതിൽ നിലപാട് കൃത്യമായി പറയുന്നുമുണ്ട് ആശമാർ. എന്തായാലും എന്താണ് ഇതിൽ കൂടുതലായി അവർക്ക് പ്രതികരിക്കാനുള്ളത് എന്നുകൂടി നോക്കാം. ചില പ്രതികരണങ്ങൾ. സർക്കാരിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് തന്നെ. ആരോഗ്യവകുപ്പിന് വേണ്ടി ഞങ്ങൾ 18 വർഷം ജോലി എടുത്തിട്ട് ആ ആരോഗ്യവകുപ്പ് ഞങ്ങളെ കാണുന്നില്ല, ബഹുമാനപ്പെട്ട മന്ത്രി കാണുന്നില്ല. ഞങ്ങൾ ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ആലോചന. ഞങ്ങളുടെ സാലറിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ജനുവരി 27-ാം തീയതി ഞങ്ങൾ 27-ാം തീയതി റിപ്പോർട്ട് കൊടുത്തിരുന്നു. റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ 9-ാം തീയതി വരെയും വർക്ക് ചെയ്ത് മിക്ക റിപ്പോർട്ടിലും ഗർഭിണികൾ കൊടുത്തു. പുതിയ ന്യൂ പാലിയേറ്റീവ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ കൊടുത്ത് ഫീൽഡ് ഇമ്മ്യൂണൈസേഷൻ വരെ കഴിഞ്ഞാണ് ഞങ്ങൾ സമരത്തിന് വന്നത്. അന്ന് വരെ ഞങ്ങൾ ചെയ്ത ജോലിയുടെ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇൻസെൻറ്റീവും വന്നു, ഓണറേറിയം ഞങ്ങളുടെ പേരോ ID നമ്പറോ ഒന്നും തന്നെ ഇല്ല. ഈ 47 ദിവസമായിട്ട് ആരും വന്ന് തിരിഞ്ഞു നോക്കിയേ അതിനൊരു ജീവിതത്തിലേക്കാളല്ലോ ഒന്നുമില്ലല്ലോ. ഞങ്ങളൊക്കെ ആണെങ്കിൽ സ്വന്തമായി വീടില്ലാതെ വാടകയ്ക്കാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള വരുമാനമേ ഉള്ളൂ. അപ്പോഴും അവർക്ക് ഒരു മനസ്സമാധാനമായിട്ട് എന്തെങ്കിലും ഒരു നിശ്ചിത വേതനം തന്ന് നിങ്ങൾ പിരിഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
എന്തായാലും ഇവരാരും അവരുടെ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കി പറയുന്നതാണെന്നോ അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണോ തോന്നുന്നില്ല. വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ആശമാർ നടത്തുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ നമ്മുടെ ഈ സമരം, നമ്മുടെ ആവശ്യങ്ങൾ അത് കാണാതെ പോകുന്നത്? ഈ സമരം എന്തുകൊണ്ട് കാണുന്നില്ല? മുഖം തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സർക്കാരിലാണെങ്കിൽ അതിപ്പോൾ കേന്ദ്രമായാലും സംസ്ഥാനമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാദമുഖങ്ങൾ നിരത്തുകയാണ്. ഇതിലൊരു പ്രശ്നപരിഹാരം അതെന്തുണ്ടാകും എന്നാണ് നമുക്കറിയേണ്ടത്. എന്തായാലും ഈ 50-ാം ദിവസത്തിൽ ഈ മുടിമുറിച്ചയ്ക്കുള്ള പ്രതിഷേധം അത് ഒരിക്കലും അത് നല്ലതല്ല എന്ന് നമുക്കെല്ലാം അറിയുന്നതാണ്. അങ്ങനെ ഒരു രീതിയിൽ പ്രതിഷേധം അവർ കടുപ്പിക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ അല്ലെങ്കിൽ അധികാരികൾ ഇതിൽ ഇടപെടണം എന്ന് പൊതുസമൂഹം കരുതുന്നു.